എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. എപ്പിസോഡ് വരാൻ താമസിച്ചതുകൊണ്ടാണ് റിവ്യൂ താമസിക്കുന്നത്. അപ്പോൾ നമുക്ക് റിവ്യൂയിലേക്ക് കിടക്കാം. ബാലേന്ദ്രൻ ഗോവർദ്ധനെ വിളിച്ച് പറയുന്നുണ്ട്, ഇപ്പോൾ ഒരാഴ്ചയായില്ലേ കടയെല്ലാം അടച്ചിട്ടിട്ട്, നമുക്ക് തിങ്കളാഴ്ച തുറക്കാം, ഇവിടെ വന്ന് എന്നെ കണ്ടിട്ട് നീ പോകാവുള്ളൂ തിങ്കളാഴ്ച ജ്വല്ലറിയൊക്കെ തുറക്കാൻ എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരമാണ് അലീന ബാലേന്ദ്രൻ്റെ അടുത്തോട്ട് വരുന്നത്. എന്നിട്ട് ചോദിക്കും, അച്ഛൻ ഇന്ന് പുറത്ത് പോകുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, ഇല്ല ഞാൻ ഇവിടെ തന്നെ കാണാം, എന്താ ചോദിച്ചത് എന്ന് ചോദിക്കുമ്പം, എനിക്കൊന്ന് പുറത്ത് പോകണമായിരുന്നു എന്ന് പറയും. എവിടേക്കാണ് പോകുന്നത് എന്ന് ചോദിക്കുമ്പം, എനിക്കൊരാളെ കാണാൻ പോകണമെന്ന് പറയുമ്പം ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, അതാരെയാ, ഞാൻ വേണേൽ കൊണ്ടുവിടാം എന്ന് പറയുമ്പോൾ, വേണ്ട ഞാൻ തനിച്ച് പൊക്കോളാം, അച്ഛൻ വന്നാൽ ശരിയാകുകയില്ല എന്ന് പറയുമ്പോൾ, അതെന്നെ സ്ത്രീകൾക്ക് മാത്രം പോകാൻ പറ്റുന്ന സ്ഥലമാണോ എന്ന് ചോദിക്കും. അന്നേരമാണ് അലീന പറയുന്നത്, ശരണ്യെ കാണാനാണ് പോകുന്നത് എന്ന്. അന്നേരം ബാലേന്ദ്രൻ ചോദിക്കും, നീ എന്തിനാ അവളെ കാണാൻ പോകുന്നത്, അങ്ങോട്ട് ചെന്നാൽ ശരിയാകുകയില്ല, അവർ വാദിഭാഗവും നമ്മൾ പ്രതിഭാഗവുമാണ്, ഇപ്പം നടന്ന സംഭവങ്ങളൊക്കെ നിനക്കറിയാമല്ലോ, അതുകൊണ്ട് പോയാൽ ശരിയാകുകയില്ല എന്ന് പറയും. അന്നേരം അലീന പറയുന്നുണ്ട്, എനിക്ക് അവളെ പോയി കാണണം, അവളെ ആശ്വസിപ്പിക്കണം എന്ന് പറയുമ്പം, നിന്നെക്കൊണ്ട് അവളെ ആശ്വസിപ്പിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ ബാലേന്ദ്രൻ. അന്നേരം അലീന പറയുന്നുണ്ട്, ആ പെൺകുട്ടിയുടെ മാനസികാവസ്ഥ എന്താണ് എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, ഇതുപോലുള്ള പെൺകുട്ടികളെ ഞാൻ ഇതിനു മുമ്പും കണ്ടിട്ടുണ്ട്, അവർക്ക് ജീവിക്കണം എന്ന് പോലും മനസ്സിൽ കാണില്ല, അങ്ങനെ വളരെ വിഷമിച്ചിരിക്കുമ്പോൾ ഒരു വാക്ക് കേൾക്കുന്നത് ഒരുപാട് ആശ്വാസം നൽകും അവർക്ക് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അതിനവിടെ ഒരുപാട് ആൾക്കാരില്ലേ, അവൾക്ക് അവളുടെ വീട്ടുകാരുണ്ട്, പോലീസുണ്ട്, വനിതാ കമ്മീഷനുണ്ട്, അങ്ങനെ ഗവൺമെൻറ് ഉണ്ട്, അവരെല്ലാവരും അവളുടെ കൂടെയാണ് നിൽക്കുന്നത്, പ്രതിഭാഗത്തനാണ് ആരും ഇല്ലാത്തത് എന്ന് പറയുമ്പോൾ അലീന പറയുന്നുണ്ട്, അവരെല്ലാവരും കൂടെ ഉണ്ടെങ്കിലും ആശ്വസിപ്പിക്കാൻ ഒരാളും കാണിയല്ല, അതുകൊണ്ട് എനിക്ക് അവളെ ഒന്ന് പോയി കാണണം, അതിന് അച്ഛന് വിരോധമൊന്നും തോന്നരുത്, അവളെ അച്ഛൻ ശത്രുവായും കാണരുത്, കാരണം അവർ തെറ്റ് ചെയ്തിട്ടില്ല, തെറ്റ് ചെയ്തത് നമ്മളാണ് എന്നൊക്കെ പറയുമ്പം ബാലേന്ദ്രൻ പറയും, എനിക്കിതിനകത്ത് അഭിപ്രായമൊന്നുമില്ല എന്ന്. അന്നേരം അലീന പറയുന്നുണ്ട്, അച്ഛന് അഭിപ്രായം ഇല്ലെങ്കിലും എന്നെ പോകാൻ അനുവദിച്ചാൽ മതി, ഞാനൊന്ന് പോയിട്ട് വരാം എന്ന് പറയുമ്പോൾ ബാലേന്ദ്രൻ പറയും, എനിക്ക് പൊയ്ക്കോ എന്ന്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, നീ തന്നെ പോകുമോ, കൂടെ ആരെങ്കിലും വരണോ എന്ന് ചോദിക്കുമ്പം, തന്നെ പോകുന്നത് നല്ലത്, ഞാൻ തന്നെ പൊയ്ക്കോളാം എന്ന് പറയും. അന്നേരം ബാലേന്ദ്രൻ ചോദിക്കും, ഹോസ്പിറ്റലിലേക്കാണോ പോകുന്നതെന്ന്. അന്നേരം അലീന പറയുന്നുണ്ട്, ഇല്ല അച്ഛാ, ആ കുട്ടി വീട്ടിലോട്ട് വന്നു, കഴിഞ്ഞ ദിവസം പത്രത്തിലുണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് ഞാൻ വീട്ടിലേക്കാണ് പോകുന്നത് എന്ന് പറയുമ്പം, പോകാൻ അവളുടെ വീട് എവിടെയാണെന്ന് നിനക്ക് അറിയാവോ എന്ന് ചോദിക്കും. അന്നേരം ആ കോളനിയുടെ പേര് പറയും അലീന. എന്നിട്ട് ഞാൻ ഏതെങ്കിലും ഒരു ഓട്ടോക്കാരനെ കണ്ട് അവിടെ കൊണ്ട് വിടാവോ എന്ന് ചോദിച്ചാൽ അവരവിടെ കൊണ്ടുവിടുമല്ലോ, അങ്ങനെ ഞാൻ പൊയ്ക്കോളാം എന്ന് പറയുവാണ്. അന്നേരവും ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അവിടെ ചെന്നിട്ട് ഇവിടുന്നാണ് വന്നത് എന്നൊന്നും പറഞ്ഞേക്കരുത്, അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ നിൽക്കില്ല എന്ന് പറയുമ്പം അലീന പറയുന്നുണ്ട്, ഇല്ല അച്ഛാ, ഞാൻ അങ്ങനെയൊന്നും പറയുകയില്ല, ഒന്നും പറയുകയില്ല, ആ പെൺകുട്ടി ഒന്ന് കാണണം, അവളെ ഒന്ന് ആശ്വസിപ്പിക്കണം, എന്നിട്ട് ഞാൻ വരാം എന്ന് പറയുമ്പം ബാലേന്ദ്രൻ അങ്ങ് സമ്മതിക്കുക കേട്ടോ. എന്നിട്ട് അലീന അതിൻ്റെ കൂടെ പറയുന്നുണ്ടായിരുന്നു, തെറ്റ് ചെയ്തത് എൻ്റെ സഹോദരനാണെങ്കിലും അപ്പുറത്ത് നിൽക്കുന്ന അവളോടൊപ്പം നിന്ന് അവളെ ആശ്വസിപ്പിക്കാനും അവളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാനാണ് ഞാനിനി നോക്കുന്നത് എന്ന് അലീന പറയുന്നുണ്ടായിരുന്നു കേട്ടോ. ബാലേന്ദ്രൻ നോക്കുമ്പോൾ കാര്യം ശരിയാണ്, ബാലേന്ദ്രൻ്റെ മകനെ രക്ഷിക്കണം എന്നുള്ളൊരു വസ്തുതയാണെങ്കിൽ പോലും തെറ്റ് ചെയ്തിട്ടില്ല ശരണ്യ എന്നുള്ളത് അംഗീകരിക്കുന്നു. അങ്ങനെ അലീന ശരണ്യയുടെ വീടിൻ്റെ അങ്ങോട്ട് ചെല്ലുവാണ്. അവിടെ കാണുന്ന ഒരാളോട് വഴി ചോദിക്കുന്നുണ്ട്. അന്നേരം എളുപ്പവഴിക പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അന്നേരം അവർ ചോദിക്കുന്നുണ്ട്, ഇവളെന്തിനാ പോലും അങ്ങോട്ട് പോകുന്നതെന്ന്. അന്നേരം കൂടെയുള്ള ആൾ വല്ല പത്രപ്രവർത്തകയായിരിക്കും എന്നും പറയുന്നുണ്ട്. അങ്ങനെ അലീന അങ്ങോട്ടേക്ക് നടന്നു പോകുന്ന സമയത്ത് ആ കോളനിയിലുള്ള ഒരു ചെറുക്കൻ കാണുവാണ് അലീനയെ. അപ്പോൾ പത്രത്തിൽ അലീനയുടെ ഫോട്ടോ കണ്ടുള്ള പരിചയമുള്ളതുകൊണ്ട് അവന് കാര്യം മനസ്സിലാവും. അവൻ ഓടി കോളനിയിലുള്ള എല്ലാവരോടും ഈ കാര്യം പോയി പറയും. അന്നേരം അലീന വരുമ്പോൾ എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുക കേട്ടോ അലീന വരുന്നത്. ലാസ്റ്റ് അലീന ശരണ്യയുടെ വീടിൻ്റെ അടുത്ത് എത്താറാകുമ്പോഴേക്കും എല്ലാവരോടെ കൂട്ടമായിട്ട് വന്ന അലീനയുടെ ചുറ്റും നിൽക്കും. എന്നിട്ട് നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നത് എന്ന് ചോദിക്കുമ്പോൾ, ഞാൻ ശരണ്യ ഒന്ന് കാണാൻ വേണ്ടി വന്നതാ എന്ന് പറയും. അന്നേരം നീ എന്തിനാ അവളെ കാണുന്നത്, അതാ ഞങ്ങൾക്ക് അറിയേണ്ടത് എന്നൊക്കെ പറയുമ്പം ആ കൂടെയുള്ള ഏതോ ഒരുത്തൻ പറയുന്നുണ്ട്, ഇവൾ ആ കൂടെയുള്ള ഒരുത്തൻ്റെ പെങ്ങളാണ്, ആ ജൂവലറിക്കാരൻ്റെ വീട്ടിലെ പെണ്ണാണ് എന്നൊക്കെ പറയുവാണ്. അന്നേരം അവരെല്ലാവരുടെ കൂട്ടം കൂടി അലീനെ ആക്രമിക്കാൻ നിൽക്കും കേട്ടോ. ഭയങ്കര ദേഷ്യം എല്ലാവർക്കും. അന്നേരം കൂടെയുള്ള ഒരുത്തൻ പറയുന്നുണ്ട്, ശരണ്യെ കൊല്ലാൻ വേണ്ടി വന്നതായിരിക്കും, ഇവളുടെയൊക്കെ കയ്യിൽ മിക്കവാറും സയനൈഡ് കാണും, സ്വർണ്ണപ്പണിക്കാരല്ലേ, വന്നിട്ട് പോയി കഴിയുമ്പോൾ ചിലപ്പോൾ ശരണ്യ മരിച്ചു കിടക്കും എന്നൊക്കെ പറയുമ്പോൾ കൂടെയുള്ളൊരു അപ്പൂപ്പൻ, എങ്കിൽ ഇവളെ കൊണ്ട് സത്യം പറയിക്കണം, നിന്നെ ഇവിടെ ഇട്ട് ഞങ്ങൾ പൊരിക്കും, സത്യം പറടി, ഓർണം കൊടുക്കടാനുള്ള കാരണത്തിണ്ടെന്ന് പറയും. കൂടെയുള്ളൊരുത്തൻ ചാടി കയറി കാരണത്തിട്ടടിക്കും, ആകെ ബഹളമാകുന്നു. അപ്പോഴത്തേക്കും ആ കൂടെയുള്ളൊരുത്തൻ പിന്നെയും ഓടിപ്പോയി ശരണ്യയുടെ വീട്ടിൽ വന്ന് ശരണ്യയുടെ അനിയന്മാരെ വിളിക്കുവാണ്. അവരോട് വന്ന് പറയുന്നുണ്ട്, എടാ ഗോപ, നീ പെട്ടെന്ന് വാ, ഇപ്പോൾ വരുവാണെങ്കിൽ ശരണ്യെ നശിപ്പിച്ചവൻ്റെ പെങ്ങളെ കൈ കിട്ടിയിട്ടുണ്ട്, അവളെ നമുക്ക് തീർക്കാം, അങ്ങനെ പ്രതികാരം വീട്ടാം എന്നൊക്കെ പറയുന്നു. അത് കേൾക്കേണ്ട താമസം അവൻ അകത്ത് ഇരുന്ന് മണ്ണെണ്ണ കനാസും എടുത്തുകൊണ്ട് പോവുക. അപ്പോൾ ഇത് കണ്ടുകൊണ്ട് ശരണ്യയുടെ അച്ഛൻ ഇറങ്ങി വരുന്നുണ്ട്. എന്നിട്ട് എവിടെ പോവാടാ, എങ്ങോട്ടാടാ പോണേന്നൊക്കെ ചോദിക്കുമ്പോൾ ഒന്നും മിണ്ടുന്നില്ല. അവിടെ നിന്ന് പെട്ടെന്ന് അവരിങ്ങനെ നടന്നു പോരും.
ഈ സമയം നമ്മുടെ ഓട്ടോ ഷാജി വീട്ടിലിരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഉച്ചയ്ക്ക് ചോറിനാൻ വന്ന കേട്ടോ, ചോറുണ്ടോണ്ടിരിക്കുമായിരുന്നു. അപ്പോഴത്തേക്കും പെങ്ങൾ ഓടി വരും, ഏട്ടാ അവിടെ ഒരു പെങ്കൊച്ചിനെ എല്ലാവരും കൂടി തല്ലിക്കൊല്ലാൻ നോക്കുവാണ്, മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കാൻ നോക്കുവാണെന്നൊക്കെ പറയുമ്പോഴേക്കും പെട്ടെന്ന് അവിടുന്ന് ഇറങ്ങിച്ചപ്പോൾ ഓട്ടോ ഞാനൊന്ന് പോയി നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞാൽ, അന്നേരം അമ്മ ഭക്ഷണം കഴിക്കാത്തതിന് വഴക്ക് പറയുവാണ് ഷാജീനെ. എന്നിട്ട് ഞാൻ വരാമെന്ന് പറഞ്ഞില്ലേ എന്ന് പറഞ്ഞെങ്കിൽ പോകുമ്പം പെങ്ങളോട് ചോദിക്കുന്നുണ്ട് അമ്മ, നീ എന്തിനാ ഇപ്പോൾ വന്ന് പറഞ്ഞത്, അവൻ ചോറിനും അല്ലായിരുന്നു എന്ന്. അന്നേരം പെങ്ങൾ പറയും, അമ്മേ അവിടെ ഒരു പെങ്കൊച്ചിനെ കൊല്ലാൻ നോക്കുക, അതുകൊണ്ടാണ് ഞാൻ വന്ന് പറഞ്ഞത് എന്ന് പറയും. ഏതായാലും ഷാജി അവിടുന്ന് ഓടി ചെല്ലുമ്പം കാണുന്നത് ഇവരെല്ലാവരും കൂടി അലീനയുടെ ചുറ്റും നിന്ന് തലയിൽ മണ്ണെണ്ണ ഒഴിക്കുന്നതാണ്. ഇത് കാണുമ്പോഴേക്കും ആകെ ടെൻഷൻ ആവുന്നുണ്ട് ഷാജിക്ക്. ഓടി ചെല്ലുമ്പം ഇവർ തീപ്പെട്ടി ഉരയ്ക്കാൻ തുടങ്ങുക. ചെയ്യലടാന്ന് പറഞ്ഞുകൊണ്ടാണ് ഓടി ചെല്ലുന്നത്. ചെല്ലുന്ന വഴി ഗോപൻ, അതായത് ശരണ്യയുടെ അനിയൻ്റെ മോന്തക്കിട്ട് ഒരു അടി വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നീ എന്നത് ഈ കാണിക്കുന്നത്, ഒരു പെങ്കൊച്ചിനെ എല്ലാവരും കൂടെ കൂട്ടിയിട്ട് കത്തിക്കാൻ നോക്കുന്നു, ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ, ഇത് നടത്തിയിട്ട് നീയൊക്കെ എവിടെ പോകും, അകത്ത് പോയി കിടക്കും, എത്ര കാലം ജയിലിൽ കിടക്കുമെന്ന് അറിയാവോ, നാണമില്ലാത്ത പരിപാടി ചെയ്യുന്നോ എന്നൊക്കെ ചോദിക്കും. എന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങൾക്കറിയാവോ ഇതാരാണ് എന്ന്, ആ ജ്വല്ലറിക്കാരൻ്റെ വീട്ടിൽ വേലയ്ക്ക് നിൽക്കുന്ന പെൺകുട്ടിയാണ് ഇവള് ജോലി എടുത്തുണ്ടാക്കുന്ന പൈസ ഓരോ അനാഥാലയങ്ങളിൽ ഓരോ മാസം കൊണ്ട് കൊടുക്കും, അത് അരിയായിട്ടും ഭക്ഷണ സാധനങ്ങളായിട്ടും ഒക്കെ. അവൾ എൻ്റെ ഓട്ടോയിലാണ് എല്ലാ മാസവും ഇതൊക്കെ കൊണ്ട് കൊടുക്കാറുള്ളത്, ഇതുമെല്ലാം അറിഞ്ഞിട്ടാണോ നീയൊക്കെ ഇത് ചെയ്യുന്നത് എന്ന് ചോദിക്കുവാണ്. ആദ്യമേ വന്നപ്പോൾ ഷാജി ചേട്ടൻ ഇതിൻ്റെ അകത്ത് ഇടപെടരുത് എന്നൊക്കെ പറഞ്ഞ് അങ്ങ് ചീറി നിന്ന ഗോപൻ ഒന്ന് ഒതുങ്ങും കേട്ടോ. ആകെ അബദ്ധം പറ്റിയതുപോലെയാകും ചുറ്റും നിൽക്കുന്ന എല്ലാവർക്കും. എന്നിട്ട് നിന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാവരും കൂടി കാണിച്ചു കൂട്ടിയത് എന്ന് പറഞ്ഞ് അലീനയുടെ കൈ പിടിക്കുവാണ്. അലീന ഇങ്ങനെ മണ്ണെണ്ണ കുളിച്ച് നിൽക്കുക കേട്ടോ. അന്നേരം വാ കൊച്ചെ എൻ്റെ വീട്ടിലോട്ട് വാ എന്ന് പറഞ്ഞ് ഗോപൻ ഷാജി അലീനെ വീട്ടിലോട്ട് കൂട്ടിക്കൊണ്ട് പോവാണ്. ഈ സമയം അങ്ങനെ വീട്ടിലോട്ട് കൂട്ടിക്കൊണ്ട് വന്നിട്ട് പെങ്ങളോട് പറയുന്നുണ്ട്, മോളെ ഇവളെ അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോകും, മേത്ത് നിറച്ച് മണ്ണെണ്ണ നാറിയിട്ട് നിൽക്കാൻ മേല, ഒന്ന് കുളിക്കാൻ വേണ്ടി ബാത്റൂം കാണിച്ചു കൊടുക്കുക, അതുപോലെ ഡ്രസ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊടുക്കുക എന്ന് പറയും. ആയിക്കോട്ടെ എന്ന് പറഞ്ഞ പെങ്ങൾ അലീനെ അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നു. അകത്തേക്ക് പോയി കഴിയുമ്പം നീ എന്തിനാ ആ പെങ്കൊച്ചിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്ന് അമ്മ ചോദിക്കും. അന്നേരം പറയുന്നുണ്ട്, അമ്മ ആ പെങ്കൊച്ചിനെ അമ്മയ്ക്ക് അറിയത്തില്ലേ, ഞാൻ പറഞ്ഞിട്ടില്ലേ ഒരു പെൺകുട്ടി എൻ്റെ വണ്ടിയിൽ എന്നും അനാഥാലയത്തിൽ സാധനങ്ങൾ മേടിച്ച് കൊടുക്കാൻ വന്ന കാര്യം, ആ പെൺകുട്ടിയാണ് എന്ന് പറയുന്നു. എന്നിട്ട് ഗോപനെ ഞാനൊന്ന് പോയി കാണട്ടെ, അവൻ്റെ മോന്തക്കെട്ട് ഞാൻ ഒരെണ്ണം കൊടുത്തായിരുന്നു, ഒന്ന് ആശ്വസിപ്പിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് അങ്ങോട്ട് പോവാണ് ഷാജി. ഈ സമയം അകത്ത് വന്ന അലീനയ്ക്ക് ഡ്രസ്സൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ബാത്റൂമും കാണിച്ചു കൊടുക്കും. അവിടെ തന്നെ സോപ്പുണ്ട്, പിന്നെ ഷാമ്പു ഇത്തിരി കുറവായിരിക്കും, അതിൻ്റെ അകത്ത് ഇത്തിരി വെള്ളം ഒഴിച്ച് കലക്കിയെടുത്താൽ മതി, തല കഴുകാനുള്ളത് കിട്ടുമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഷാജിയുടെ പെങ്ങൾ. അങ്ങനെ സ്നേഹത്തോടെ അതെല്ലാം എടുത്തു കൊടുത്ത് ബാത്റൂമിലേക്ക് പറഞ്ഞു വിടുന്ന അലീനയെ കാണിക്കുന്നുണ്ട്. ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഏതായാലും കുളിയെല്ലാം കഴിഞ്ഞു വന്ന് ഷാജിയോട് നന്ദി പറയുന്ന അലീനെ കാണിക്കുന്നുണ്ട്. പിന്നെ ഈ വിവരം പോലീസിൽ അറിഞ്ഞു, ആരോ വിളിച്ച് പറഞ്ഞതാ, അലീനയോ എന്നൊക്കെ ചോദിക്കുന്ന SIയെ കാണിക്കുന്നുണ്ട്. ഇതറിഞ്ഞ് SI ബാലേന്ദ്രൻ്റെ വീട്ടിലോട്ട് വരുന്നുണ്ട്. അന്നേരം ബാലേന്ദ്രൻ, നിങ്ങൾ എന്തിനാണ് വന്നത്, അറസ്റ്റ് ചെയ്യാനാണോ, ആണെങ്കിൽ ചെയ്തു എന്ന് പറയുമ്പോൾ ഞങ്ങൾ വന്നത് നിങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിയാണ് എന്ന് പറയുന്ന SIയും കാണിക്കുന്നുണ്ട് കേട്ടോ. ബാലേന്ദ്രൻ മിക്കവാറും അറിഞ്ഞു കാണില്ലായിരിക്കും അലീനയുടെ കാര്യം. ഏതായാലും ഇതൊക്കെയായിരുന്നു ഇന്നത്തെ എപ്പിസോഡ്.